കൂടെ ഞാൻ പ്ലേ ചെയ്യാം. ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലായിട്ട് റിപ്പോർട്ട് ചാനലും മറ്റു അനുബന്ധ ചാനലുകളും ഒക്കെ ഉണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പാർട്ടിയെ എതിർക്കുന്ന, അല്ലെ രാഹുലിന്റെ വളർച്ചയെ എതിർക്കുന്ന, അല്ലെ ഭയക്കുന്ന ചില ആളുകളാണെന്നുള്ളൊരു കാര്യത്തിലും ഒരു സംശയവും ആർക്കുമില്ലല്ലോ. ശരിക്കും റിനി ആൻഡ് ജോർജ് എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളതിന്റെ ഒരു രത്നച്ചുരുക്കം ഞാൻ പറയാം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിപ്ലവം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വലിയ ഒരു പ്രശ്നം വരുന്നു, ആരോപണങ്ങൾ വരുന്നു. ആ ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ ഒരു അലിഗേഷൻ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ അങ്ങോട്ട് ഇടുകയാണ്. മാധ്യമങ്ങൾ എന്നെ യുവനടി എന്നുള്ളൊരു പേരിൽ വിളിക്കും. അപ്പോൾ എന്നെ അറിയാത്ത ഒരുപാട് ആളുകൾ ഞാനൊരു നടിയാണെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് തന്നെയും എന്നെ യുവനടി എന്നുള്ളൊരു പേരിൽ വലിയ ഹൈപ്പ് കിട്ടുമ്പോൾ കുറച്ചധികം സിനിമകൾ എനിക്ക് ചെയ്യാം. എൻ്റെ നിലപാടുകൾ കൊണ്ട് എനിക്ക് വലിയൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ വലിയൊരാളാണ് ഞാനെന്നുള്ള രീതിയിൽ കുറച്ച് സിനിമകൾ എനിക്ക് കിട്ടും, കുറച്ച് ചാൻസ് കിട്ടും, സെലിബ്രിറ്റി വാല്യൂ കിട്ടും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് റിനി ആൻഡ് ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി തലയിട്ടു. എന്നിട്ട് കിട്ടിയത് എന്താണ്? കുറച്ചധികം ഇനോഗ്രേഷൻസ് ഒക്കെ കിട്ടിയല്ലേ. റിനി ആൻഡ് ജോർജ് യുവ നടിയാണെന്ന് പറഞ്ഞുകൊണ്ട്